പ്രിയ സുഹൃത്തെ, ഇന്നത്തെ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് 3 ലെവലിലുള്ള ട്രേഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ശരിയായ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ജോസിച്ചനെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പോൾ ജോസിച്ചൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇദ്ദേഹം ഒരു എംപ്ലോയി ആണ്. അപ്പോൾ എംപ്ലോയി ആകുന്ന സമയത്ത് ഇദ്ദേഹം ഇപ്പം നിലവിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹം ഒരു ട്രേഡിങ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം എന്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സമയം, ടൈം ഫോർ മണി, പണത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ സമയം സ്കില്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ സമയം പണത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയം പിന്നെ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്കില്ല് കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻകം, വരുമാനം. ഇദ്ദേഹം ഒരു വരുമാനം ഏൺ ചെയ്യുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ന് ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു നല്ലൊരു ഭാഗവും ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് തൊമ്മിച്ചനെ നമുക്കെടുക്കാം. ഇപ്പോൾ തൊമ്മിച്ചൻ, ഇപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോസിച്ചൻ എംപ്ലോയി ആണെങ്കിൽ ഇദ്ദേഹം ഒരു ഓൺട്രപ്രണറാണ്, ഒരു സംരംഭകനാണ്. അപ്പോൾ ഒരു സംരംഭകനാകുന്ന സമയത്ത് ഇവിടെ തൊമ്മിച്ചൻ ഒരു ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തൊമ്മിച്ചൻ എന്താണ് ഇവിടെ ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹം ഇവിടെ ട്രേഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ പണം ഫോർ ടൈം. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സംരംഭത്തിലേക്ക്, ബിസിനസ്സിലേക്ക് ഇദ്ദേഹം നിരവധി ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലായിട്ട് പല ആൾക്കാരെ ഇദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പണം കൊടുത്തതിന് ശേഷം തൊമ്മിച്ചൻ അവരുടെ സമയം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ ഓർഗനൈസേഷനിൽ ഞാനിപ്പോൾ ഒരു സംരംഭകനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഓർഗനൈസേഷനിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നിലവിൽ ഏകദേശം 16 പേര് എൻ്റെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പണം കൊടുത്തിട്ട് അവരുടെ സമയം ഞാൻ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്രേഡ് മണി ഫോർ ടൈം, സമയത്തിന്, അതായത് പണം കൊടുത്തിട്ട് സമയം വാങ്ങുകയാണ് ഒരു സംരംഭകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇൻകോണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ എന്നെ സംബന്ധിച്ച് ലിവറേജ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജോസിച്ചനെ സംബന്ധിച്ച് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അതിൽ ഏകദേശം ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറായിരിക്കും ഇദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിന് ഇദ്ദേഹം ഒരു 1000 റുപ്പീസ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 8 × 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8000 രൂപ. ഇത് ഒരു പരിധി കൂടുതൽ ഇദ്ദേഹത്തിന് കൂട്ടാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അവിടെ ആ ടൈം എന്ന് പറഞ്ഞൊരു സംഭവം, കാരണം സമയം കൊടുത്തിട്ടാണ് പണം ഏൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ആ ടൈം കൂട്ടാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അതേസമയം ഇവിടെ വരുന്ന സമയത്ത് ഈ തൊമ്മിച്ചൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സമയമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇദ്ദേഹം എത്ര ആളുകളുടെ സമയം വാങ്ങുന്നുണ്ട് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരെ പണം കൊടുത്ത് വാങ്ങാൻ തൊമ്മിച്ചിന് സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലിവറേജ് കൂട്ടാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഒരു എംപ്ലോയി നിന്ന് ഒരു സംരംഭകൻ ഇതിലേക്ക് മാറുന്ന സമയത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ റിസ്ക് വളരെ ഹൈ ആണ്. ഇപ്പോൾ എംപ്ലോയി എന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കളിയാണ്. പക്ഷേ ഒരു സംരംഭകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക് കൂടുതലാണ്. നമുക്ക് നഷ്ടം വരാനുള്ള, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു 100 പേര് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അതിൽ 80-90% ആൾക്കാരും ഏകദേശം ഒരു 4-5 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്ന സാഹചര്യമാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ റിസ്ക് കൂടുതലായതുകൊണ്ടാണ് ഇവിടെയുള്ള കൂടുതൽ ആൾക്കാർ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരാത്തത്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഇപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ തന്നെ നമുക്കൊന്ന് വരക്കാം. അവരെ പറയുന്ന പേരാണ് നിക്ഷേപകൻ അല്ലെങ്കിൽ നിക്ഷേപകർ, ഇൻവെസ്റ്റർ. ഇവരെന്താ ചെയ്യണത്? ഇവരൊരു ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ഇവരെന്താ ട്രേഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് ചെയ്യുന്ന ഒരു കാര്യം, ഇവർ മണി ഫോർ മോർ മണി, കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ അവരുടെ പണമാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധിച്ചല്ല, അതായത് ഇപ്പോൾ ഒരു സംരംഭകരും നിക്ഷേപകരും തമ്മിൽ ഇവിടെ ലിവറേജ് നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടെ കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് ഇവിടെ കിട്ടില്ല. പക്ഷേ ഇവിടെ സംബന്ധിച്ച് ഇവിടെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രീഡം. ഇവരെ സംബന്ധിച്ച് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. അവർക്ക് ചോയ്സുകളുണ്ട്. ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ
ഇപ്പോൾ ഒരു കാർ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് 2 കോടി രൂപയുണ്ട്. ഈ 5 ലക്ഷം രൂപ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന ചോയ്സ് വളരെ കുറവായിരിക്കും. അതേസമയം ഇപ്പോൾ 1 കോടിയോ 2 കോടിയോ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന ചോയ്സ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വെക്കേഷന് പോകണം, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെ 10,000 റുപ്പീസാണുള്ളത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ചോയ്സ് വളരെ കുറയും. അതേസമയം നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയുണ്ട്, വെക്കേഷന് പോകണം. ആ സമയത്ത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ടാവും. പിന്നെ ഇവരുടെ സമയത്തിന്, ഇവരുടെ സ്കില്ലിന് ഈ ഒരു പോർഷനിൽ ഒരു പങ്കില്ല. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ മണിയാണ് ഇവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സമയമോ സ്കില്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ബാധകമല്ല. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ കോമ്പൗണ്ടിങ് എഫക്റ്റ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയൊരു കഥ പറയാം. പണ്ട് നടന്നൊരു കാര്യമാണ്. അതായത് ഒരു ദരിദ്രനായിട്ടുള്ള ഒരു കവി ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മക്കളുണ്ട്, ഭാര്യയുണ്ട്, വീട്ടിൽ വളരെ പട്ടിണി നിറഞ്ഞൊരവസ്ഥ. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഈ രാജാവിൻ്റെ പക്കലേക്ക് പോകാൻ തീരുമാനിച്ചു, സഹായം ചോദിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കവിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കവിത ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം കവിത ചൊല്ലി. ഈ കവിത കേട്ടപ്പോഴേക്കും രാജാവിന് വളരെ സന്തോഷമായി. അപ്പോൾ അതിന് പാരിതോഷികമായിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് രാജാവ് ചോദിച്ച സമയത്ത് അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. അവിടെ ഒരു ചെസ് ബോർഡ് ഉണ്ടായിരുന്നു. ആ ഒരു ചെസ് ബോർഡിൽ ഏറ്റവും ആദ്യത്തെ ഒരു ചെസ് ബോർഡിൽ ഒരു മണി അരി വെക്കുക, രണ്ടാമത്തെ ചെസ് ബോർഡിൽ 2 മണി, മൂന്നാമത്തെ ചെസ് ബോർഡിൽ അതിൻ്റെ ഇരട്ടി, ഇങ്ങനെ വെക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഞാനത് ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ചെസ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിൽക്കും. അതായത് ഏകദേശം ടോട്ടൽ 64 കോളംസാണ് അതിൽ വരുന്നത്. അപ്പോൾ 64 ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചെസ് ബോർഡിൽ ഇവിടെ ഈ ഒരു കോളത്തിൽ 1 മണി അരി, രണ്ടാമത്തേലാവുമ്പോൾ 2 എണ്ണം, മൂന്നാമത്തേലാവുമ്പോഴേക്കും 4 എണ്ണം, നാലാമത്തേതാവുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടി, അടുത്താവുമ്പോഴേക്കും ഇതിൻ്റെ ഇരട്ടി. അപ്പോൾ രാജാവ് ആദ്യം കേട്ട സമയത്ത് രാജാവിന് അയ്യോ ഇത്ര ചെറിയ കാര്യമാണ് ചോദിക്കുന്നത് എന്ന് വിചാരിച്ചു. പക്ഷേ ഏറ്റവും അവസാനം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ എത്തിയപ്പോഴേക്കും തന്നെ രാജാവിന് ആ രാജ്യം തന്നെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, 8th വണ്ടർ ഓഫ് ദി വേൾഡ്, അതിനെയാണ് ഈ പവർ കോമ്പൗണ്ടിങ്ങിനെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് 8th വണ്ടർ ഓഫ് ദി വേൾഡ് എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഇൻവെസ്റ്റർ ആകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റർ ആകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 12% ഒരു ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 12% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂൾ ഓഫ് 72 എന്ന് പറഞ്ഞൊരു റൂളുണ്ട്. അതായത് 72നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 എന്നാണ്. അതിനർത്ഥം വേറെ ഒന്നല്ല, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 12% റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ 6 വർഷം കൂടുന്നതോറും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സപ്പോസ് താങ്കൾ ഇപ്പോൾ ഇവിടെ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 12% റിട്ടേൺ പ്രകാരം 6 വർഷം കഴിയുമ്പോഴേക്കും ഈ 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയും, അടുത്തൊരു 6 വർഷം കഴിയുന്ന സമയത്ത് 20 ലക്ഷം രൂപ 40 ലക്ഷം രൂപയും, വീണ്ടും ഒരു 6 വർഷം കഴിയുമ്പോഴേക്കും ഈ 40 ലക്ഷം രൂപ 80 ലക്ഷം രൂപയും, വീണ്ടും ഒരു 6 വർഷം കഴിയുന്ന സമയത്ത് 80 ലക്ഷം രൂപ 160 ലക്ഷം രൂപയും, വീണ്ടും ഒരു 6 വർഷം കഴിയുന്ന സമയത്ത് ഇത് 320 ലക്ഷം രൂപ, അതായത് 3,20,00,000 രൂപയും. അതായത് ഇവിടെ വെറും 10 ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 5-6 സ്റ്റെപ്പ് കഴിഞ്ഞ സമയത്ത് ആ 10 ലക്ഷം രൂപ 3,20,00,000 രൂപയായിട്ട് മാറി. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BSE സെൻസെക്സ് 1979 നിലവിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 75,000 പോയിന്റ് ആണെങ്കിൽ ഏകദേശം ഒരു 15% എങ്കിലും ഓൺ ആൻ ആവറേജ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15% റിട്ടേൺ എന്ന് പറഞ്ഞാൽ 72 ഡിവൈഡഡ് ബൈ 15 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4 അതായത് ഒരു ശരാശരി നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 15% റിട്ടേൺ കിട്ടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് നമ്മുടെ 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയും, വീണ്ടും 5 വർഷം കഴിയുന്ന സമയത്ത് അതായത് 10 വർഷമുള്ള സമയത്ത് 40 ലക്ഷം രൂപയും, വീണ്ടും 5 വർഷം കഴിയും 15 വർഷമുള്ള സമയത്ത് അത് 80 ലക്ഷം രൂപയും, 20 വർഷമാകുന്ന സമയത്ത് അത് 1,60,00,000 രൂപയും, 25 വർഷം കഴിയുന്ന സമയത്ത്
ഇത് 3,20,00,000 രൂപയായിട്ടും മാറും. ഇതാണ് ഈ കോമ്പൗണ്ടിങ്. അതായത് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും നമുക്ക് അതുവരെ അക്യുമുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് റിട്ടേൺസ് കണക്കൂട്ടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഒരു മികച്ച ഒരു നിക്ഷേപകനായി മാറുക എന്നതാണ്. നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും കിട്ടുന്ന പണം ഇവിടെ പതുക്കെ നിക്ഷേപിച്ച് ഒരു നല്ലൊരു നിക്ഷേപകനായിട്ട് മാറുക. ഇപ്പോൾ സംരംഭകരെ സംബന്ധിച്ച് സാധാരണ ഒരു എംപ്ലോയിനേക്കാൾ കൂടുതൽ, കാരണം അവർ ലിവറേജ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ പണം അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ആ കൂടുതൽ ഏൺ ചെയ്യുന്ന പൈസ അവരും നിക്ഷേപിച്ചിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുക എന്നതാണ്. ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ മാത്രമേ നമ്മളുടെ സമയം, അതായത് നമുക്കൊരു ഫ്രീഡം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എന്ത് വാങ്ങണം എന്നുള്ളതിൻ്റെ ഫ്രീഡം, ഞാൻ ഇന്ന് എന്ത് ചെയ്യണം എന്നതിനുള്ള ഫ്രീഡം, ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം യഥാർത്ഥ ഒരു ഫ്രീഡം അനുഭവിക്കണമെങ്കിൽ നമുക്കൊരു മികച്ച ഒരു നിക്ഷേപകനായി മാറാൻ സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ പേഴ്സണലൈസ് സർവീസ് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും താങ്കൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തുമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.